Welcome guys, welcome to 11th standard economics. So in 11th standard we have two textbooks, one is Indian economic development and another one is statistics for economics. So today we will be beginning with our second textbook, that is statistics for economics. So in Indian economic development you study about India, how India developed through the years and all. In statistics mainly we will be studying the things which will help economics. എക്കണോമിക്സിനെ സഹായിക്കുന്ന എക്കണോമിക്സ് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിലെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എക്കണോമിക്സിനെ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ നിങ്ങൾ എന്താകും 11th സ്റ്റാൻഡേർഡിൽ പഠിക്കും. സോ ഇൻ 11th സ്റ്റാൻഡേർഡ് വി ഹാവ് 9 chapters and the first chapter is introduction and we have some chapters like collection of data. We will be studying about central tendency, measures of dispersion, index numbers and all. So all over it's a simple textbook. A bit of maths is involved, but still it's an easy textbook. So we'll be beginning with our first chapter. The name of the first chapter is introduction. So our textbook or this chapter starts by asking a question: why economics? എന്തുകൊണ്ട് എക്കണോമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് തന്നെ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് വൈ എക്കണോമിക്സ്. സോ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എക്കണോമിക്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ എന്താണ് ഒരു ബേസിക് ഐഡിയ എല്ലാം ഉണ്ടാവും. ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിന് കൊടുത്തൊരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. മനുഷ്യനെ കുറിച്ചുള്ള പഠനം തന്നെയാണ്, പക്ഷെ അതെന്താണ് എവിടെയുള്ള ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. സോ എന്താണ് ഈ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, എങ്ങനെയാണ് നമ്മൾ അതിനെ പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഓൾ വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് സെഷൻസ് ഓർ ഇൻ ദ ബോത്ത് 11th and 12th സ്റ്റാൻഡേർഡ് ത്രൂ ഔട്ട് യുവർ 2 years of. ദെൻ വൈ എക്കണോമിക്സ്, എന്തുകൊണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. You all know, right? There is a proverb or some phrase like we will not get something for nothing. I think you all might have heard this proverb. എന്താ ഈ പ്രോവർബ് പറയുന്നത്? സോ വാട്ട് ഇസ് ദിസ് പ്രോവർബ് സേസ്, അല്ലെങ്കിൽ ഒരു പ്രോവർബായിട്ട് പറയേണ്ട ഒരു സെന്റൻസ്, വി വിൽ നോട്ട് ഗെറ്റ് സംതിങ് ഫോർ നത്തിങ്. വെറുതെ ഒന്നും കിട്ടില്ല, വെറുതെ ഒന്നും കിട്ടൂല എന്ന് നമ്മളോട് കുറച്ച് ഫോർമൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണ് വി വിൽ നോട്ട് ഗെറ്റ് സംതിങ് ഫോർ നത്തിങ്. സോ നിങ്ങളെല്ലാം അലാവുദ്ദീനെ കുറിച്ചും അലാവുദ്ദീൻ്റെ ഭൂതമായ ജീനിയെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. സോ അലാവുദ്ദീനും അത്ഭുത വിളക്കും അതിലെ അല്ലെങ്കിൽ അതിനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കുട്ടിച്ചാത്തനെ കുറിച്ച് ആലോചിച്ചാലും മതി. സോ നമ്മൾ ആ ഭൂതത്തോട് നമ്മൾ എന്ത് പറയുന്നോ ആ ഭൂതം നമുക്കത് സാധിച്ചു തരാണ്. ഇപ്പോൾ അലാവുദ്ദീൻ പറയുന്നത് എനിക്കൊരു പാലസ് വേണമെന്ന്, അപ്പോൾ ഒരു ഞൊടിയുടെ ഇടയിൽ എന്താണ് ആ പാലസ് അലാവുദ്ദീൻ്റെ മുമ്പിലെത്താണ്. സോ അങ്ങനെ ഒരു ഭൂതവും അങ്ങനെ ഒരു വിളക്കും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ലാമ്പ് ഓർ ജീനി, സമൺ ലൈക്ക് ജീനി, വാട്ട് വിൽ ഹാപ്പൻ ടു us? നമ്മൾ എന്തെല്ലാണ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാണ് നമ്മൾ ആ ഭൂതത്തോട് ആവശ്യപ്പെടുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്തെല്ലാം ആവശ്യപ്പെടും അല്ലേ? വിൽ ബി ഡിമാൻഡിങ് മെനി തിങ്സ്. നമ്മൾ ആ ഭൂതത്തോട് കുറച്ച് കാര്യം പറഞ്ഞ് എൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുക. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ദ ഡിസയർ, ഡ്രീംസ് ഓർ ദ നീഡ്സ് ഓഫ് ഹ്യൂമൻസ് ആർ വാട്ട് അൺലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഭൂതവും നമ്മുടെ മുമ്പിൽ അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നടപ്പിലാക്കാൻ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ്, ആ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. സോ ദാറ്റ്സ് വൺ നേച്ചർ ഓഫ് മാൻ, ദാറ്റ് ഈസ് വാട്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് എന്തില്ല, ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ പറയും, നമ്മൾ ഒരു വീട് എടുത്താൽ പിന്നെ നമുക്കൊരു കാർ എടുക്കണമെന്ന്, ഒരു കാർ എടുത്താൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല, അവസാനം ഉണ്ടാകുന്നില്ല. സോ
മനുഷ്യന് എപ്പോഴും ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ട് ഹ്യൂമൻ. പിന്നെ നമ്മൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ല എന്നൊരു അത് നമ്മളവിടെ മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു പോക്കറ്റ് മണി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ പോകുന്നു. നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് വാട്ട് യു വിൽ ബൈ, നിങ്ങൾ എന്ത് വാങ്ങും? സോ യു വിൽ ബി നീഡിങ് മെനി തിങ്. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടാവും, ഉറപ്പല്ലേ? ഒരു ഷോപ്പിൽ പോയാൽ നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമ്മളൊരു ബുക്ക് സ്റ്റോളിൽ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടാവും, ഏത് ഷോപ്പിലായാലും. ബട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ വാങ്ങില്ല. വി വോണ്ട് ബൈ എവറിത്തിങ് വി നീഡ്. വി വിൽ ഓൺലി ബി ബൈയിങ് ദ തിങ്സ് വിച്ച് വി നീഡ് ദ മോസ്റ്റ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്താക്കൂ, ആ പൈസ കൊണ്ട് വാങ്ങും. കാരണം എന്താണ്, ആ പൈസ ലിമിറ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ എന്തില്ല, ആ പൈസയുടെ ഒരുപാട് പൈസയില്ല, അല്ലെങ്കിൽ അവസാനിക്കാത്ത എൻഡ്ലെസ് മണിയില്ല, ഇൻഫിനിറ്റ് ഓഫ് മണി നമ്മുടെ കയ്യിൽ എന്തില്ല, പൈസ നമ്മുടെ കയ്യിലില്ല, ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മണി നമ്മുടെ കയ്യിലില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അതായത് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. വി കനോട്ട് ബൈ എവറിത്തിങ് ബിക്കോസ് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സിന് എന്തുണ്ട്, സ്കേഴ്സ് ആണ്. സോ ആ ടേമിന്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്കണോമിക്സിൽ പറയുന്നതാണ് സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. സോ ഇവിടെ നമ്മൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്കേഴ്സ് ആയിട്ടുള്ളത് എന്താണ്, നമ്മുടെ കയ്യിൽ എന്താണ് ലിമിറ്റ് ആയിട്ടുള്ളത്? നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പോക്കറ്റ് മണിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൈസയാണ് നമ്മുടെ കയ്യിൽ ലിമിറ്റ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്ന, ഏറ്റവും അത്യാവശ്യമുള്ള സാധനം മാത്രം നമ്മൾ ആ ഷോപ്പിൽ നിന്നും വാങ്ങുന്നത്. ബിക്കോസ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വാങ്ങി നമ്മൾ അനാവശ്യ ഒരു കാര്യം വാങ്ങിയാൽ പിന്നെ അത്യാവശ്യമുള്ള വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. സോ ദാറ്റ് തിങ് റൈറ്റ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ്. ഇപ്പോൾ ഈ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി മണി. സേ യു ആർ എ ഫാമർ ആൻഡ് യു ഹാവ് എ ലാൻഡ് ആൻഡ് യു നീഡ് ടു കൾട്ടിവേറ്റ് വാട്ട്. നിങ്ങൾക്ക് ഒരുപാട് അരി കൃഷി ചെയ്യണമെന്നുണ്ടാവും, ബട്ട് നിങ്ങൾക്ക് പറ്റില്ല. സോ യു ഹാവ് ടു ആ ഒരു ചെറിയൊരു ഭൂമിയിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീറ്റും റൈസും ഒരുപോലെ, അല്ലെങ്കിൽ ഒരേ എമൗണ്ടിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതും പറ്റില്ല. കാരണം ഒരേ എമൗണ്ടിൽ എന്ന് വെച്ചാൽ ആ ലാൻഡിൽ കൊള്ളുന്ന അത്ര തന്നെ നമ്മുടെ കയ്യിൽ ഒരേക്കറിൽ, നമ്മുടെ കയ്യിൽ ആകെ ഒരേക്കറേ ഉള്ളൂ എങ്കിൽ ഒരേക്കറിൽ നമ്മുടെ ആഗ്രഹം ഒരേക്കർ വീറ്റും അല്ലെങ്കിൽ ഒരേക്കർ റൈസും ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് വോണ്ട് ഹാപ്പൻ റൈറ്റ്, ബിക്കോസ് നമ്മുടെ കയ്യിൽ ആകെ ആ ഒരേക്കർ ലാൻഡേ ഉള്ളൂ. ആ ഒരേക്കർ ലാൻഡിൽ ഒന്നുകിൽ ഒരേക്കർ റൈസ് വെക്കാം, അല്ലെങ്കിൽ ഒരേക്കർ വീറ്റ് വെക്കാം. നമുക്ക് ഈ ഓരോ ഏക്കർ റൈസും വീറ്റും ഈ ലാൻഡിൽ വെക്കാൻ പറ്റില്ല. കാരണം അവിടെ നമ്മുടെ ലിമിറ്റ് ചെയ്യുന്ന റിസോഴ്സ് എന്താണ്, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ്. സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ലാൻഡാണ്. സോ മൈ ഹോൾ പോയിന്റ് ഈസ് വാട്ട്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഈ റിസോഴ്സസിന് എന്തുണ്ട്, റിസോഴ്സസ് സ്കേഴ്സ് ആണ്. സോ അതുപോലെ തന്നെ ഈ റിസോഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമറിൻ്റെ കയ്യിലുള്ള ലാൻഡ്, ഈ ലാൻഡിന് എന്തുണ്ട്, ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയുമ്പോൾ വേറെ ആവശ്യങ്ങളുണ്ട്. സോ ഐ സെഡ് ദിസ് ലാൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ട്. ഒന്നുകിൽ നമ്മളൊരു അരി ഉണ്ടാക്കുന്നു വയ്ക്കാം. അപ്പോൾ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? റൈസ് നമ്മൾ ലാൻഡ് വേണം, ലേബർ വേണം, വാട്ടർ വേണം. സോ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നു. ലാൻഡ്, ലേബർ, വാട്ടർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നു. ഇതേ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാം, റബ്ബർ ഉണ്ടായിക്കൂടെ? ഇവിടെ ലാൻഡില്ലേ, നമുക്ക് ഈ റൈസും ഈ റബ്ബറും ഇതേ എന്താക്കാം, ഈ ലാൻഡ്, ലേബർ, വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ റബ്ബർ ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് അതെന്താണ് നമ്മളോട് പറയുന്നത്, എന്താണ് ഈ സ്റ്റോറി എന്താ നമ്മളോട് പറയുന്നത്? This resources have alternative uses എന്നുള്ളതാണ്. ഈ റിസോഴ്സസിന് എന്തുണ്ട്, വേറെയും ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. Again write it full. Resources have alternative uses. റിസോഴ്സസിന് വേറെയും യൂസസ് ഉണ്ടാവും. സോ ഈ സംഗതി എന്താണ്, നമ്മൾ റിസോഴ്സിന് വേറെയും ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. സോ നമ്മൾ എന്താക്കുക, നമ്മുടെ മുമ്പിൽ
ഒരു ചോയ്സ് വരികയാണ്, എന്ത്, റൈസ് വേണോ റബ്ബർ വേണോ എന്നുള്ളത്. സോ ഈ ആൾട്ടർനേറ്റീവ് യൂസസ് നമ്മൾ എന്തിലേക്ക് നയിക്കും? ചോയ്സസിലേക്ക് നയിക്കും. സോ ഐ ഹാവ് സെഡ് 3 things. ഒന്ന്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. അലാവുദ്ദീൻ അത്ഭുത വിളക്കും വെച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? പിന്നെ മനുഷ്യനേക്ക് ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ചിലപ്പം പൈസ ആവാം, ലാൻഡ് ആവാം, അങ്ങനെ പലതും ആവാം. സോ ആ റിസോഴ്സസ് എന്താണ്? ലിമിറ്റ് ആണ്. സോ ദി റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദിസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. സോ ദിസ് alternative uses of resources leads us to choices. So unlimited needs, limited resources and alternative uses of resources lead us to what? Some economic problems. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഒരു ബേസിക് റീസൺ ആണ് ഒരു എക്കണോമിക് പ്രോബ്ലം. ഒരു എക്കണോമിക്സിനെ കുറിച്ച് ഉള്ള പഠനം തന്നെ സ്റ്റഡി ഓഫ് സ്കെയർസിറ്റി ആണ് എന്ന് പറയുന്ന ആളുകൾ. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിന് ഒരു സ്കെയർസിറ്റി ഇല്ല. മീൻസ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എക്കണോമിക്സിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഇല്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് ആവശ്യത്തിനുള്ള പൈസ നമ്മൾ അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ റിസോഴ്സസ് അൺലിമിറ്റഡ് ആകുമ്പോൾ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എന്തേ ഉള്ളൂ? ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അതാണ് ഈ സ്കെയർസിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഈ സ്കെയർസിറ്റി ഓഫ് റിസോഴ്സസ് ഇല്ലാതാവുന്ന ഒരു സമയം, അതായത് ധാരാളം റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ള ഒരു സമയത്ത് നമുക്ക് എന്ത്, ഈ എക്കണോമിക്സിന് തന്നെ പ്രസക്തിയില്ല. സോ ദിസ് unlimited want, scarcity of resources and alternative uses of these resources makes economics interesting. So next we'll be introducing some terms. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കൺസ്യൂമർ. എന്താ കൺസ്യൂമർ? ഉപഭോക്താവ്. സാധനം വാങ്ങുന്ന ആൾ. നമ്മൾ എന്തിനാണ് സാധനം വാങ്ങുന്നത്? ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് തന്നെ നമ്മൾ യൂട്ടിലിറ്റിയുടെ ടേംസിലെല്ലാം നിങ്ങൾ അടുത്ത വർഷത്തിൽ ഒരു കൺസ്യൂമറിൻ്റെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളൊരു ചാപ്റ്ററിൽ നിങ്ങൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തിന് സാധനം വാങ്ങുന്നു എന്നതിനെക്കുറിച്ച് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. സോ ബട്ട് നിങ്ങൾക്ക് ജനറൽ ഐഡിയ ഉണ്ടാവും, കൺസ്യൂമർ എന്ന് വെച്ചാൽ സാധനം വാങ്ങുന്ന ആളാണ്. നമ്മളൊക്കെ തന്നെയാണ് കൺസ്യൂമർ. വി ആർ കൺസ്യൂമേഴ്സ്. സോ പിന്നെ അടുത്തത് സെല്ലറാണ്. സെല്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷോപ്പ് കീപ്പറിനെ മനസ്സിൽ വന്നാൽ മതി. നമ്മൾ പോയി സാധനം വാങ്ങുമ്പോൾ നമുക്ക് ആ സാധനം വിൽക്കുന്ന ആൾ, സെല്ലർ. സിമ്പിൾ. പിന്നെ അടുത്തത് പ്രൊഡ്യൂസറാണ്. ഹൂസ് പ്രൊഡ്യൂസർ? someone who produces the good, right? അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകൻ, അയാളൊരു പ്രൊഡ്യൂസറാണ്. അയാൾ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഹീസ് എ പ്രൊഡ്യൂസർ. ഒരു മൊബൈൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അപ്പോൾ ആ കമ്പനി എന്തുണ്ടാക്കുന്നു? മൊബൈൽ ഉണ്ടാക്കുന്നു. സോ ഹീസ് ഓൾസോ എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചറർ ആണ്. സോ ഒരു പുതിയൊരു സാധനം നിർമ്മിക്കുന്ന, അപ്പോൾ ചിലപ്പോൾ അത് സർവീസ് ആവാം, ഒരു പ്രൊഡക്റ്റ് തന്നെ മനസ്സിലുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് തരുന്ന ഒരാളാകും. സോ ഹി വിൽ ഓൾസോ ബി എ പ്രൊഡ്യൂസർ ഓഫ് സർവീസസ്. സോ ഒരു പുതിയൊരു സാധനം മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കും. പിന്നെ അടുത്ത വാക്ക് എംപ്ലോയി എന്നുള്ളതാണ്. എംപ്ലോയി എന്ന് വെച്ചാൽ ആരാ? എംപ്ലോയി എന്ന് വെച്ചാൽ പണിയെടുക്കുന്ന ആൾ. നമ്മളൊരു ഓഫീസിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എംപ്ലോയി എന്ന് വിളിക്കും. ഇനി ഇയാൾക്ക് പണി കൊടുക്കുന്നത് ആരാ? മുതലാളി ഉണ്ടാവുമല്ലോ. ഈ എംപ്ലോയിക്ക് പണി കൊടുക്കുന്നത് അതാണ് എംപ്ലോയർ. ഇത് പണി ചെയ്യിപ്പിക്കുന്ന ആൾ, ഇത് പണി ചെയ്യുന്ന ആൾ. നമ്മുടെ ബോസാണ്, അല്ലെങ്കിൽ മാനേജർ, മുതലാളി. ഇതാണ് നമ്മളെ എംപ്ലോയി. സോ ഈ ഒരു 5 ടേംസ് ഞാൻ പറഞ്ഞൊരു സെല്ലർ, പ്രൊഡ്യൂസർ, ബയർ, എംപ്ലോയി, എംപ്ലോയർ. നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്കുകളാണ്. അതിന് അതേ അർത്ഥം തന്നെയാണല്ലോ എക്കണോമിക്സിലും. സോ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ യു വിൽ സേ ദാറ്റ് നമ്മൾ ഒന്നുകിൽ ഒരു സെല്ലറാണ്, ബയറാണ്, പ്രൊഡ്യൂസറാണ്, അല്ലെങ്കിൽ എംപ്ലോയി ആണ്, എംപ്ലോയർ ആണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ഇൻ എൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ഇൻ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. സോ എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഈ പ്രൊഡ്യൂസർ, ബയർ, സെല്ലർ, എംപ്ലോയി, എംപ്ലോയർ ഇവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് ഈ എക്കണോമിക് ആക്ടിവിറ്റി ആവുന്നത്. സോ എന്തിനാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത്?
ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. നമുക്കൊരു എന്തെങ്കിലും ഒരു ലാഭമാണ്, പൈസ ഉള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. സോ നമ്മൾ ചിലപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്നത് നമുക്കൊരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ സാധനം വാങ്ങി പുതിയതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ, വേറൊരു റോ മെറ്റീരിയൽ വാങ്ങി പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവാം. എന്ത് തന്നെയാണ് നമ്മൾ സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, ഒരു സാധനം വിൽക്കുമ്പോൾ, ഒരു സാധനം നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണ്. സിമ്പിൾ. സോ ഈ 5ഓളം ടേംസും ഈ 5ഓളം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സിനും വേണ്ടി നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ എന്താണ്, ഫോർ എ മോണിറ്ററി ഗെയിൻ we are into an economic activity, or we are participating in an economic activity for monetary gain. So at that time you will say that that is what called ordinary business of life. So remember, the seller, buyer, producer, employee, employer, these all things are called, or this activity done by all these people is called an economic activity. And ഈ economic activity ഒരു monetary gain വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ that is what ordinary business of life. Next is what? Consumption, production and distribution. So നമ്മൾ എക്കണോമിക്സിന് ഒരു എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തെല്ലാം എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? അൺലിമിറ്റഡ് വൺ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ആൻഡ് ദ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. സോ അതുപോലെ തന്നെ എക്കണോമിക്സിന് വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്ന എക്കണോമിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഓർഡിനറി ബിസിനസ് ലൈഫ് എന്നുള്ള ഒരു ഡെഫിനിഷൻ, ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ ആളുകൾ പറയുന്നത് ഈ കൺസപ്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അല്ലെ, ഇത് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമായിട്ടും എക്കണോമിക്സിനെ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം, കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമിങ് ഗുഡ്സ് ആണ്. സാധനം വാങ്ങുന്നു എന്നതാണ് കൺസപ്ഷൻ, സിമ്പിൾ അർത്ഥമേ ഉള്ളൂ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സാധനം ഉണ്ടാക്കുന്നു. അതുപോലെ ഇത് ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമ്മുടെ കയ്യിലുള്ള ഈ ഇൻകം, അല്ലെങ്കിൽ ഈ ഇൻകം എങ്ങനെ ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഏത് രീതിയിലാണ് ആളുകളിലേക്ക്, മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ പാർട്ടിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ കുറേ കൂടി ഫോർമലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി choose to employ scarce resources that would have alternative uses. നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഒരു ഫോർമലി ഡിഫൈൻ ചെയ്യുകയാണെന്ന്, സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി, എങ്ങനെയാണ് സമൂഹം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസും സമൂഹവും എല്ലാം ചൂസ് ടു എംപ്ലോയ്, അതായത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ്. എംപ്ലോയ് സ്കേഴ്സ് റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള എന്താണ്, ഈ പോക്കറ്റ് മണി ആണെങ്കിൽ പോക്കറ്റ് മണി, ആ പോക്കറ്റ് മണിക്ക് എന്തിൻ്റെ ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. എന്തെല്ലാം ഈ ആൾട്ടർനേറ്റീവ് യൂസസ്? ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ആവാം, വേറെ എന്തെങ്കിലും ഒരു പുതിയ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആ റിസോഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആവാം, ഡിസ്ട്രിബ്യൂഷൻ ഫോർ കൺസപ്ഷൻ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ആണെങ്കിൽ വേറെ ആൾക്ക് നമ്മളുടെ കൺസപ്ഷന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പൈസയാണ്, ആ പൈസ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പിൽ പോയി നമ്മൾ 10 രൂപ ഉപയോഗിച്ചിട്ട് ഒരു പെന്ന് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പിൽ പോയി ഒരു ചായ കുടിക്കാം. സോ അതെന്താണ്, ഈ 10 രൂപയുടെ വേറൊരു ആൾട്ടർനേറ്റീവ് യൂസാണത്. സോ ആ 10 രൂപയ്ക്ക് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് എന്നതാണ് ആ 10 രൂപയും ആ വാങ്ങാൻ പോകുന്ന പെന്നിനെയും നമുക്ക് എന്താക്കുന്നത്, പെന്നിന് റിലവൻസ് ഉണ്ടാക്കുന്നത്. ആ 10 രൂപയ്ക്ക് വേറെ ഒന്നും സാധിക്കില്ല എന്ന് വിചാരിക്കുക. ഇമാജിൻ, ദാറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ, ഐ നോ. ആ 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു പെന്ന് മാത്രമേ വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ രീതിയിൽ എക്കണോമിക്സ് ഒന്നും വരുന്നില്ല. ആ 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആകെ കിട്ടിയ ഒരു പെന്നാണ്, നിങ്ങൾ ആ പെന്ന് വാങ്ങി പോരും. സോ ആ 10 റുപ്പീസിന് ഒരു ആൾട്ടർനേറ്റീവ് റിസോഴ്സ് ഉണ്ട് എന്നതാണ് നമ്മളെ എന്താക്കുന്നത്, ആ പെന്ന് വാങ്ങണോ അല്ലെങ്കിൽ
പെന്ന് വാങ്ങുന്നതാണോ എൻ്റെ ഏറ്റവും മോസ്റ്റ് നീഡഡ് വാണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ ആൾട്ടർനേറ്റീവ് യൂസസ് ആണ്. ആ 10 രൂപ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചൊരു റോ മെറ്റീരിയൽ വാങ്ങി പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ 10 രൂപയ്ക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് യൂസസ് എന്തുണ്ട് ആ നമ്മുടെ 10 രൂപ. ഞാൻ ഈ 10 രൂപയുടെ കേസ് പറയുമ്പോൾ ഈ റിസോഴ്സസ് നിങ്ങൾ വെറും 10 രൂപ മാത്രമല്ല നമ്മൾ റിസോഴ്സസ്, ലാൻഡ് ആവാം, നമ്മുടെ ലേബർ ആവാം, നമ്മുടെ സർവീസ് ആവാം, നമ്മുടെ മാൻ പവർ ആവാം, എല്ലാം നമുക്ക് എന്താണ് റിസോഴ്സാണ്. സോ ആ റിസോഴ്സിനെല്ലാം എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആ റിസോഴ്സ് നമ്മുടെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്കേഴ്സ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ അനേകം 10 രൂപ, അതായത് 10 രൂപയ്ക്ക് എൻഡില്ലാത്ത ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് 10 റുപ്പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പെന്ന് വാങ്ങുന്നതിന് നമ്മൾ രണ്ടാമത് ആലോചിക്കാൻ അവിടെ എക്കണോമിക്സിന് പ്രസക്തി ഉണ്ടാകുന്നില്ല. ബിക്കോസ് എന്താണ്? ആ ലിമിറ്റഡ് ആണ് നമ്മുടെ കയ്യിലുള്ള 10 രൂപ. കുറച്ച് 10 രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ. സോ ദാറ്റ് മേക്സ് വാട്ട് economics interesting. So once again saying the formal definition, economics is the study of how people and society choose to employ scarce resources that would have an alternative uses. So we have been talking a lot of about economics, but our textbooks is what? Statistics. ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് എക്കണോമിക്സുമായിട്ട് എന്ത് ബന്ധം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാനീ പറഞ്ഞ ഈ കൺസപ്ഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇത് മാത്രമല്ല ഒരു എക്കണോമിക് പ്രോബ്ലമായിട്ട് വരുന്നത്. എന്തുകൊണ്ട്? വൈ സം ആർ റിച്ച്, വൈ സം ആർ റിച്ച്, സം ആർ പുവർ, സം ആർ പുവർ. എന്തേ കുറച്ച് ആൾക്കാർ പൈസക്കാരും കുറച്ച് ആൾക്കാർ പണക്കാരാവുന്നത്? എന്താ ചില രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സമ്പന്ന രാജ്യമാവുന്നത്, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആവുന്നത്, മറ്റു രാജ്യങ്ങൾ ഡെവലപ്ഡ് കൺട്രി ആവുന്നത്? ഒരു സുനാമി വന്നാൽ എങ്ങനെ നമ്മൾ ആ ഫണ്ട് അവിടെ വിനിയോഗിക്കും? ഇന്ത്യയിൽ എത്രത്തോളം പോവർട്ടി ഉണ്ട്? ഇന്ത്യയിലെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാം? ഇങ്ങനെ കുറേ എക്കണോമിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നതിൻ്റെ കൂടെ തന്നെയും, അല്ലെങ്കിൽ അത് അല്ലാതെ കുറേ എക്കണോമിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വൈ പോവർട്ടി? ഞാൻ പറയുന്നത് ഇങ്ങനെ എക്കണോമിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കുറെ കൂടി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ അതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ ഇന്ത്യയിലെ ദാരിദ്ര്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ APL BPL നമ്മളിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരും താഴെയുള്ളവർ. ഇത്ര ആൾ താഴെയുണ്ട്, ഇത്ര ആൾ മുകളിലുണ്ട് എന്ന് നമുക്ക്, ദാരിദ്ര്യരേഖയുടെ താഴെയാണ്, ദാരിദ്ര്യരേഖയുടെ മുകളിലാണ് എന്ന് നമുക്ക് അറിയുന്നതിലൂടെ അവർക്ക് വേണ്ടി നല്ല പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഗുഡ് പോളിസീസ്. ബട്ട് വെൻ വി സ്റ്റഡി അവർ പോവർട്ടി, സോ വി നീഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. നമുക്ക് ഫാക്ട്സ് വേണം, ഫിഗേഴ്സ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, നല്ല രീതിയിൽ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നൽകി എക്കണോമിക്സിനെ സഹായിക്കുന്നതാണ് ആര്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഇത്രയാണ്, അല്ലെങ്കിൽ 2020, നിങ്ങൾക്ക് ഒരു എക്കണോമിക് ക്വസ്റ്റ്യൻ തന്നെ 2025 ഉള്ള ഡിമാൻഡ് എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുള്ള പ്രൊഡക്ഷൻ ഇപ്പോഴേ നടത്തുന്നു. ഒരു ഫോർകാസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, അതായത് കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് അടുത്ത വർഷം എത്രത്തോളം ആളുകൾ എൻ്റെ സാധനം വാങ്ങും, അല്ലെങ്കിൽ ഈ സാധനം വാങ്ങുമെന്ന് നമ്മൾ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. സോ ആ കണക്കില്ലെങ്കിൽ നമ്മൾ ഒരു കണക്കുമില്ല നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കണക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താക്കും, ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇത്തരത്തിൽ ആ കണക്കുകളിലൂടെ എക്കണോമിക്സിനെ സഹായിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ this raw fact and figures help us to make good policies. So that statistics help us to make gives good facts and figures about economic problems, and that's by helping economists to make good policies. Next we can look into the formal definition എന്ന് പറയാൻ പറ്റില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് പറയാൻ പോകണം നമ്മൾ. സോ statistics deals with collection, analysis, interpretation and presentation of numerical data. ഇവിടെയാണ് നമ്മൾ കളി വരുന്നത്, ന്യൂമറിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡാറ്റ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. നമുക്കൊരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ ആവുന്നത്.
നമ്മൾ ആ ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ സെൻസസ്, ആ സെൻസസ് നമ്മൾ എന്താക്കണം, ഓരോ വീടും പോയിട്ട് 10 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആൾ വരാറില്ലേ, സോ ആ എന്താക്കണം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യണം. ഓരോ ഇന്നതെല്ലാം നമുക്ക് കിട്ടിയത് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മൾ ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തണം. അതായത് ഇത്ര ആളുകൾ മുകളിലാണ്, ഇത്ര ആളുകൾ താഴെയാണ്, ഇത്ര ആളുകളെ കൺസപ്ഷൻ ഈ രീതിയിലാണ്, ഇത്രയും ആളുകൾക്ക് വരുമാനമുണ്ട്, ഇവർ 3 നേരം ഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ ഹെൽത്ത് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് എത്ര, ഇങ്ങനെ രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നടത്താൻ പറ്റും. അതിനുശേഷം ഈ ഇന്റർപ്രിട്ടേഷൻ നടത്തിയതിനു ശേഷം ഈ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പ്രസന്റ് ചെയ്യാം. നമുക്ക് ആ പ്രസന്റേഷൻ നല്ല രീതിയിൽ ഒരു ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് നമുക്കിപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഫീമെയിൽ റേഷ്യോ കൂടുതലാണ്, അതായത് മെയിലിനേക്കാളും കൂടുതലാണ് സെക്സ് റേഷ്യോ. സോ അത് കൂടുതലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? ആദ്യം നമ്മൾ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഇങ്ങനെ കൂടുതലാണ് എന്നുള്ള ആ കൂടിയ നമ്പർ നമ്മൾ എന്താക്കുന്നു, ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ് വാസ് കളക്ഷൻ, അനാലിസിസ്, interpretation and presentation of numerical data. So ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഇത് ഉൾപ്പെടുമ്പോഴാണ് അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് നമ്പർ എപ്പോഴും ഉണ്ടാവണമെന്നല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ ന്യൂമറിക്കൽ ഡാറ്റയായിട്ട് നമുക്ക് സെൻസസ് നിന്ന് എപ്പോഴും ഈ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ന്യൂമറിക്കൽ ഡാറ്റ മാത്രമല്ലേ, വേറെയും ഡാറ്റ എന്താക്കാൻ പറ്റും, നമുക്ക് ഈ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാ നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല. സോ എന്താണ് ഈ ന്യൂമറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മളെ ഈ സഹായിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്. എക്കണോമിക് ഡാറ്റയിലൂടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ സഹായിക്കുന്നത്. It will be clear when we look at an example. Say that rice production was 300 ton in 2010. അത് 2050 എത്തുമ്പോൾ 250 ton ആയി. സോ ഇതൊരു ഡാറ്റയാണ്, ഇത് നമ്മുടെ കയ്യിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി ഡാറ്റയാണ്. സോ ഇവിടെയുള്ള എക്കണോമിക് പ്രോബ്ലം ആണ് എന്ത്, റൈസ് പ്രൊഡക്ഷൻ ഇവിടെ കുറഞ്ഞു, 300 ടണ്ണിൽ നിന്ന് 250 ടണ്ണായി എന്നുള്ളത് ഒരു എക്കണോമിക് പ്രോബ്ലം ആണ്. അത് കുറയാനുള്ള കാരണം എന്താണ്, എന്തെല്ലാമാണ്, മഴ പെയ്യുന്നത് കുറഞ്ഞോ, കർഷകർക്ക് ലാൻഡ് ഫെർട്ടൈൽ ഇല്ല, അങ്ങനെ കുറേ എക്കണോമിക് പ്രോബ്ലം ഉണ്ട്. എന്തുകൊണ്ട് അരി കുറഞ്ഞു എന്നുള്ളത് ഒരു എക്കണോമിക് പ്രോബ്ലം ആണ്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നും ആ പ്രോബ്ലത്തിന്റെ അളവ് എത്രയാണ് എന്നും നമ്മളെ സഹായിച്ചത് ഈ എക്കണോമിക് ഡാറ്റയാണ്. 300 250 വന്നപ്പോൾ 50 ടണ്ണ് നമുക്ക് നഷ്ടമായി. സോ ആ ന്യൂമറിക്കൽ ഡാറ്റ, ഈ ഡാറ്റ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക, നമ്മൾ ഒരു വെയർ ഹൗസിൽ കർഷകർ മാർക്കറ്റിൽ എത്ര വിൽക്കുന്നു, അല്ലെങ്കിൽ ഓരോ കർഷകരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ചോദിക്കുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഡാറ്റ നമുക്ക് കിട്ടും. സോ ഈ ന്യൂമറിക്കൽ ഡാറ്റ എക്കണോമിക് ഡാറ്റ ആവുന്നത് എപ്പോഴാണ്, നമ്മൾ എക്കണോമിക് പ്രോബ്ലത്തിനെ സഹായിക്കുമ്പോഴാണ് അത് എക്കണോമിക് ഡാറ്റ ആവുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വേറെയും ബ്രാഞ്ചുകളിലുണ്ട്, എക്കണോമിക്സിൽ മാത്രമൊന്നുമല്ല, സൈക്കോളജിയിലും പിന്നെ ഏത് ബ്രാഞ്ചിലായാലും, സോഷ്യോളജി ആയിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടേതായ റോള് എല്ലാ സ്ഥലത്തും പ്ലേ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഐ ആം സെയിങ് ഈസ് ദാറ്റ് എക്കണോമിക് പ്രോബ്ലത്തിനെ കുറെ കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമ്മളെ മുമ്പിലേക്ക് തരാൻ സ്റ്റാറ്റിസ്റ്റിക്സിന് കഴിയുന്നുണ്ട് എന്നതാണ്. സോ ഇൻ ദിസ് സെഷൻ we discussed about what all chapters are there in the textbook for statistics for economics. Then we asked the question why economics. Then we talked about what the causes for economic problems. We discussed about what human wants are unlimited, scarcity of resources, and these resources have alternative uses. And then we discussed about why statistics, what statistics does to economics, and we discussed about a formal definition of statistics, that is not definition, what does statistics does, like collection, interpretation and presentation of data. And then we discussed about what economic data and how economic data helps to solve the problems or to analyze the problems in
economics. So that all things we have discussed in this session. See you in the next class. Till then, goodbye.